പരിഹാസങ്ങളും ദുരിതങ്ങളും താങ്ങുവാൻ ത്രാണിയില്ലാതെ, പരിഹാസങ്ങളും ദുരിതങ്ങളും താങ്ങുവാൻ ത്രാണിയില്ലാതെ പകച്ചു നിൽക്കും മനുഷ്യ, നീ ഒരു വേള പറയൂ യാതും ദൈവം. പകച്ചു നിൽക്കും മനുഷ്യ, നീ ഒരു വേള പറയൂ യാതും ദൈവം. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 6-ാമത് വാക്യം, വ്യർത്ഥ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത് എന്നുള്ള വളരെ അനുഗ്രഹീതമായ വാക്യമാണ്. വിശുദ്ധ പൗലോസ് എഫെസോസിലെ വിശ്വാസികളോട് പറയുകയാണ്, വ്യർത്ഥമായ വാക്കുകൾ കൊണ്ട് നിങ്ങളെ ചതിക്കുവാൻ നോക്കുന്നവരുടെ മുൻപിൽ നിങ്ങൾ ചതിക്കപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ കേൾക്കുന്നത് എല്ലാം വിശ്വസിക്കുന്നവരായിട്ടല്ല, കേൾക്കുന്ന കാര്യങ്ങൾ സാവകാശത്തിൽ ചിന്തിപ്പാനും ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിതത്തിൽ മുൻപോട്ട് യാത്ര ചെയ്യുവാനും നിങ്ങൾക്ക് കഴിയണം. എങ്കിൽ മാത്രമേ അവസാനത്തോളം നിങ്ങളുടെ ക്രിസ്തീയ ജീവിത യാത്ര മുൻപോട്ട് കഴിപ്പാൻ സാധിക്കുകയുള്ളൂ എന്നതാണ്. ദൈവം തൻ്റെ കൈകൾ കൊണ്ട് സൃഷ്ടിച്ച ആദമിനെയും ഔവ്വയെയും തോട്ടത്തിലാക്കി വെച്ചിരുന്നു. തോട്ടത്തിലെ സുഖസൗകര്യങ്ങളും നന്മകളുമൊക്കെ അനുഭവിപ്പാൻ തക്ക തലത്തിലുള്ള ഒരനുഭവമാണ് അവർക്ക് ദൈവം നൽകിക്കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ പാമ്പ് ഉപായത്താൽ അവരോട് കൂടെ വരികയും വാക്കുകൾ കൊണ്ട് അവരെ പറഞ്ഞു വഞ്ചിക്കുകയും ചെയ്തു എന്നാണ് വാക്യങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ആ ഭക്ഷിപ്പാൻ പാടില്ലാത്ത വൃക്ഷത്തിൻ്റെ അരികിലെത്തിച്ച് ഈ വൃക്ഷഫലം കാണുവാൻ നല്ലതാണെന്നും അത് ഭക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ ദൈവത്തെപ്പോലെയാകുമെന്നും ഒക്കെ പറഞ്ഞതായ വാക്കുകൾ കേട്ടപ്പോൾ ഔവ്വ വിശ്വസിക്കുകയും പാമ്പിൻ്റെ ആ വ്യർത്ഥ വാക്കുകൾ നിമിത്തം ഔവ്വ ചതിക്കപ്പെടുന്നതിനും അതിൻ്റെ പങ്കാളിത്തം ആദാമിലേക്ക് കടന്നു വരുന്നതുമായ ചിന്തകൾ കാണുവാൻ സാധിക്കുകയാണ്. പ്രവാചക പുസ്തകത്തിൽ കടന്നു വരുമ്പോൾ ദൂതറിയിപ്പാൻ വേണ്ടി പറഞ്ഞയച്ച ഒരു കൊച്ചു പ്രവാചകൻ ബഥേലിലെത്തി പ്രവചിച്ചു മടങ്ങുമ്പോൾ വന്യവയോധികനായിരിക്കുന്ന ഒരു പ്രവാചക പുരുഷൻ്റെ വാക്കുകൾ കേട്ടിട്ട് മടങ്ങി വരുന്നതായ ആ ചെറിയ പ്രവാചകൻ വഴിമധ്യത്തിൽ പട്ടുപോകുന്നതായി ചരിത്രം കാണുന്നുണ്ട്. അവിടെയും ആ ചെറിയ പ്രവാചകൻ തകർന്നു പോകുവാനുള്ള പിന്നിലെ കാരണം വ്യർത്ഥമായ വാക്കുകളിലുള്ള വിശ്വാസമാണ്. അങ്ങനെ താൻ ചതിക്കപ്പെടുകയാണ് ചെയ്തത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. നാം കേൾക്കുന്ന വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുവാനും നാം ചതിക്കപ്പെടുവാൻ വഞ്ചിക്കപ്പെടുവാൻ സാധ്യതയുള്ളത് എങ്കിൽ അതിനെ വിട്ട് നാം അകന്നു പോകുവാനും ഉത്സാഹിക്കണം എന്നുള്ളത് തന്നെയാണ് ഈ വാക്കുകൾക്കകത്ത് പൗലോസ് ഓർമ്മപ്പെടുത്തുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് നാം വഞ്ചിക്കപ്പെടാതിരിക്കേണ്ടതിന്, നാം ചതിക്കപ്പെടാതിരിക്കേണ്ടതിന് നാം സൂക്ഷിക്കണമെന്നും, അങ്ങനെ വ്യർത്ഥ വാക്കുകളാൽ ചതിക്കപ്പെടുമ്പോൾ എന്ത് സംഭവിക്കപ്പെടുന്നു? ദൈവത്തിൻ്റെ കോപം അനുസരണം കെട്ടവരുടെ മേൽ വരികയും അവരാ നിലകളിലായിത്തീരുകയും ചെയ്യുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞ് നാം ദൈവകോപത്തിൻ്റെ ഇരകളായി തീരാതിരിക്കേണ്ടതിന്, വ്യർത്ഥ വാക്കുകളാൽ ചതിക്കപ്പെടാതിരിക്കേണ്ടതിനും നമുക്ക് ശ്രദ്ധിക്കുന്നവരും ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നേറുന്നവരായി തീരുവാൻ നമുക്ക് ഉത്സാഹിക്കാം. അതിനെ കേൾക്കുന്ന എല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ.
സ്നേഹമുള്ള ദൈവമേ, ഞങ്ങൾ ചതിക്കപ്പെടുന്നവരായിട്ടോ വഞ്ചിക്കപ്പെടുന്നവരായിട്ടോ തീരാതെ ഞങ്ങൾ ദൈവത്തിൽ വസിക്കുന്നവരും ദൈവകോപത്തിൻ്റെ പാത്രങ്ങളായി തീരാതെ ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിൽ വസിക്കുന്നവരുമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവകൃപ ഞങ്ങളുടെ മേൽ പകരുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.